അപ്പം എല്ലാ പേർക്കും ഡബിൾ വണ്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം രാവിലെ തന്നെ എഴുതിയിട്ട് ഞാൻ പെയിൻ ചെയ്യുകയാണ്. ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം വലിയതായിട്ടല്ല, എന്നാലും 1 or 2 ഒക്കെ കാണും. അതുപോലെ ഞാൻ ഇത് ചെയ്യുകയാണ്. രാവിലെ പല്ലൊന്നും തേച്ചിട്ടില്ല, എഴുന്നേറ്റ പാടെ തല ചീകലാണ് പരിപാടി. താരനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം തല ചീകിട്ട് വേണം പോയി പല്ല് തേക്കാൻ വേണ്ടിയിട്ട്. ആദ്യം രാവിലെ തോർത്തും പുറത്താണ് നടക്കാൻ വേണ്ടി പോണു. ഞാൻ നടക്കാൻ വേണ്ടി പോണ്. ഞാൻ വലിയ വെച്ചിട്ടില്ല, പക്ഷെ പാവണം മുടിയൊക്കെ പോകുന്നു. മുടി വന്നിട്ട് പോകുന്നുണ്ട്. എനിക്കൊന്നും നല്ല തലയൊക്കെ അടിക്കേണ്ട തേങ്ങയുടെ ഇരുന്നത് എനിക്ക് പേനും പറഞ്ഞു സംശയം. പിന്നെ ആകെ ഒരു കുഞ്ഞു ഞമ്മലാണ് കിട്ടിയത്. എന്തായാലും കിട്ടിയല്ല, കുഞ്ഞു പേനായാലും കിട്ടിയല്ല. ഇല്ലല്ലേ, ഒരെണ്ണാണ് കിട്ടിയത്. അവിടുന്ന് ഇവിടുന്ന് പോയിട്ട് പേനും പുറത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. പറഞ്ഞേട്ടാ ഞാൻ ടൂറിന് പോയി. ആ, നിനക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന ടൂർ പോണ പോലെയാണല്ലോ. ആ, ഇപ്പൊ നീയാണല്ലോ പോണത്. ഓ, സങ്കടമുണ്ട്. അപ്പൊ എന്തായാലും കേസ് പിന്നെ സ്തുതിക്ക് മലയാളം മോളിൽ കയറി പോകുന്നുണ്ട്. മുകളിൽ ചേച്ചിയുടെ വീട്ടിൽ പോകണം. പിള്ളേരെ അടിച്ച് സ്കൂളിൽ വിടണം. പിള്ളേർ 8:15 സ്കൂൾ ബസ് ഉണ്ട്. അല്ല, സ്കൂൾസില്ല, KSRTC ഉണ്ട്. അപ്പൊ പിള്ളേർക്ക് ബസ്സിൽ പോകണമെങ്കിൽ അപ്പൊ ചേച്ചി രാവിലെ പണിക്ക് പോയിരിക്കും. അതുകൊണ്ട് പിള്ളേരെ വീട്ടിലോട്ടേക്ക് വിടേണ്ടവര്. അപ്പൊ അവർ ഇറങ്ങി ഓടുന്നുണ്ടോ ഇല്ലെന്ന് നോക്കണം. ഇല്ലെങ്കിൽ ശരിയാവൂല. ഐറ്റങ്ങള് ലേറ്റാക്കി ബസ് മിസ്സാക്കി സ്കൂളിൽ പോകുന്നത് വണ്ടി പിടിച്ചാൽ പണി വാളും. അപ്പൊ അതിന്റെ പേരില് അന്ന് വെച്ചിട്ട് വരുന്നുണ്ട് കേസ്. അപ്പോൾ ഈ വെയിൽ കണ്ടിട്ട് ഡ്രസ്സ് എടുത്ത് പുറത്തിട്ടാലെന്നൊരു ആഗ്രഹമുണ്ട്. കാരണം ഇത്രയും ഡ്രസ്സ് വാങ്ങാനുണ്ട്, ഫുള്ളും ഉണ്ട്, പുതപ്പൊക്കെ ഉണ്ട്. അപ്പോൾ എടുത്തിടും. എന്തായാലും കുറച്ച് കഴിഞ്ഞ് വെയിൽ നിൽക്കും എന്നുള്ള ഉറപ്പാണെങ്കിൽ എടുത്തിടും. അല്ലേ ശ്രുതി? ഒരു 8:30 വരെ വെയിറ്റ് ചെയ്യാം. 8:30 ആയിട്ടും വെയിൽ മാറിയിട്ടില്ല, മഴ പെയ്തിട്ടില്ല, വെയിലുണ്ടെന്നാണെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് പുറത്തിട്ട് ഈ ആഴൊക്കെ കെട്ടണം. ഒരാഴം കൂടി കെട്ടണം കേസ്, കയറുമായിട്ടൊന്ന് കെട്ടണം. ഈ മരത്തിൽ നിന്ന് നമ്മൾ ആ തെങ്ങിലേക്ക് ഒരു അഴ കെട്ടണം. അപ്പോൾ ഇച്ചിരി വെയിൽ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് കിട്ടുമ്പോൾ ഫാസ്റ്റ് ഡ്രസ്സ് ഉണങ്ങി കിട്ടുമല്ലോ. നോക്കട്ടെ, നമുക്ക് ആദ്യം ഇപ്പോഴുള്ള അഴയിലെ തുണി നോക്കാനുള്ള കാര്യം ചെയ്യാം. ഈ അഴയുണ്ട്, ഇവിടെ അഴയുണ്ട്, അങ്ങോട്ട് അഴയുണ്ട്. അപ്പോൾ 2-3 അഴയുണ്ട് അവിടെയൊക്കെ. അപ്പോൾ ഒന്നെങ്കിൽ അത് തന്നെ അഴിച്ചു കെട്ടണം, അതല്ലെങ്കിൽ പുതിയ കയറ് വായിച്ച് അഴ കെട്ടണം. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ശ്രുതി ഇപ്പോൾ രാവിലെ കറി ചൂടാക്കാൻ വേണ്ടി പോകണം. പാത്രം ഉരുട്ടോ ചേട്ടൻ അവിടെ ഒന്ന് നോക്കണം. എന്താ ചെയ്യാൻ വേണ്ടി ഒന്ന് കറി ചൂടാക്കാനാണ്. ആ ഗൈസ്, മീൻ കറി കുറച്ചിരിപ്പുണ്ട്. സാമ്പാർ കഴിഞ്ഞു അല്ലേ? ഇന്ന് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി പച്ചക്കറി നല്ല വാങ്ങിക്കൊണ്ട് വെച്ചായിരുന്നു. അതുകൊണ്ട് അത് കവർ എടുത്തു വെച്ചില്ല പുറത്ത്. ആ മല്ലിച്ചപ്പും കറിവേപ്പിലും എടുത്ത് വീണ്ടും മുകളിലേക്ക് എല്ലാം കവർ തന്നിരിക്കാതെ മിക്കവാറും വാടി ചീഞ്ഞുണ്ടാവും. ആയിക്കോട്ടെ. നീ ഇപ്പൊ അതിനകത്ത് പച്ചക്കറിയിലുള്ള മല്ലിച്ചപ്പും ഇതൊക്കെ എടുത്ത് പുറത്തു വെച്ചേ. പച്ചക്കറി എല്ലാം ചീഞ്ഞു പോകില്ല അവിടെ നിന്ന്. ആ, ഇന്നലെ വാങ്ങിച്ച പച്ചക്കറി കഴിച്ച് കവറിലിരിക്കണത്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ മീൻ കറി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂടാക്കാനായിട്ട്. മല്ലിച്ചപ്പ് കുറേ ഉണ്ട്. ഇത്രേ ഉള്ളൂ. എന്നാലും കേടായി കളയാൻ പാടില്ല ഉള്ളത്. എന്തായാലും 70 രൂപ കേസ് കടച്ചക്കയ്ക്ക്. മുപ്പതിലേക്കും 40-ലേക്കൊക്കെ കൊണ്ട് കാര്യമില്ല. പോട്ടെ, അതിനിടയ്ക്ക് ബസ് വന്നപ്പോൾ ബസ്സും കിട്ടിയില്ല. ബസ് ഓടി വന്നപ്പോൾ ബസ് മിസ്സായി. അതുകൊണ്ട് അതും പോയി. എല്ലാം ഗോപിയായിരുന്നു നല്ല ശരിക്കും അല്ലേ? ഇപ്പോട്ട് കാര്യമില്ല, നമ്മളെല്ലാം അനുഭവിക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ടാണ് തക്കാളി അല്ലേ? തക്കാളിയാണ് കേസ് കവറിലിടുന്നത്. കൊട്ട കൊണ്ട് കഴിയാൻ പറ്റുന്നിട്ട് വേണം. പച്ചക്കറി എന്നാലും കുഴപ്പമില്ല, കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് പച്ചക്കറി എടുക്കാമല്ലോ. അപ്പോൾ ആ കൊട്ടുക എവിടെ പോകാം? കണ്ണി ചുട്ടില് ഇവിടെ വെച്ചാൽ കാണുന്നത്. ആ, ഇവിടെ ചോദിക്കിട്ട് അവിടെ കൊണ്ട് കഴിയാൻ അല്ലേ? രാമശം വേണ്ട, അത് മേലിൽ ദിവസമൊക്കെ ഉപയോഗിക്കാം കുടിക്കാനായിട്ട്. ഓ, തേച്ച് കഴിച്ച് കുടിക്കാം. രാമശം ഉപയോഗിച്ച് പുളി ആവശ്യമുണ്ട്. പുഴുവാ? എടുത്തോ. വീട്ടില് ഫുള്ളും പുഴുക്കളാണ് കേസ്. 6 കാലം ഉണ്ടാവും. ശ്രുതി കണ്ടിട്ടുണ്ട്. ശ്രുതി പണ്ട് എല്ലാം പുള്ളിയും പിടിച്ച് കാലം കണ്ടിട്ടുണ്ട്. ശ്രുതി പറയൂ, ചേരട്ടയ്ക്ക് എത്ര കാലുണ്ട്?
അയ്യോ അതിന് 10 മേലെ ഉണ്ട്. 10,000 മുകളിലുണ്ടെന്ന് സുധി പറഞ്ഞത്. അതിന് എനിക്ക് 1000 വെച്ച് 10 കാശ് എണ്ണാൻ പറ്റുള്ളൂ. പിന്നെ എണ്ണ അറിയാം. പിന്നെ എണ്ണ അറിയാത്തോണ്ട് സുധി എണ്ണീല്ല. സുധി ചെറുപ്പത്തിൽ അട്ടേനൊക്കെ പിടിച്ച് കാലൊക്കെ എണ്ണീട്ടുണ്ട് കേസ്. സുധി അങ്ങനത്തെ ഒക്കെ ഒരു ആള് ഒരു ബർത്ത്ഡേ കാണിക്കുമോ? എന്തായാലും ഇത് നോക്കട്ടെ. ഞാൻ മീൻ കറി നോക്കട്ടെ കേസ്. എനിക്ക് കരിഞ്ഞു പോയി വെറുതെ വെള്ളത്തിലാവും. ഇത് മിഞ്ഞാന്ന് ഞാൻ വെച്ച മീൻ കറിയാണ്. അപ്പോൾ ഇന്ന് തീരും എന്തായാലും. ഇന്നലെ നമ്മൾ ഉപയോഗിച്ച് മിഞ്ഞാന്ന് ഉപയോഗിച്ച് ഇത് ഇന്നത്തോളം തീരാൻ ചാൻസ് ഉണ്ട്. അത് കുഴപ്പമില്ല, തീരട്ടെ. ഇഡലി ഉണ്ട്. ഇഡലി ഇന്നലെ രാത്രി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഡലി ബാക്കി ഇരിപ്പുണ്ട്. ഇഡലി ബാക്കിയുണ്ടോ? ഇഡലി ബാക്കിയുണ്ടോ? ഒരു തട്ട് ഇഡലി ബാക്കിയുണ്ട് കേസ് രാവിലെ കഴിക്കാനായിട്ട്. മറ്റേ തട്ട് തീർന്നു. അത് ഇന്നലെ അത് കഴിച്ചാണ് ഇത് എടുത്തുള്ളൂ. കുഴപ്പമില്ല, വിശപ്പ് മാറാൻ അത് മതിയല്ലോ. 2 പേർക്കും കൂടി ഒരു ഇഡലി ചോദിച്ചാലും മതിയല്ല. കോട്ടയം കൊണ്ട് സുധി പോയാ നല്ലത്. ബാക്കിയുള്ള സുധി അത് കളയാൻ വേണ്ടി പോയിട്ട് കോട്ടയം കൊണ്ട് പോയിട്ടുണ്ട്. സുധി കളയട്ടെ. ഇനി കൊട്ട കഴുകി വൃത്തിയാക്കണം. കൊട്ട കഴുകി വൃത്തിയാക്കിയിട്ട് വേണം വീണ്ടും പച്ചക്കറി എടുക്കാനായിട്ട്. വൃത്തിയായിട്ട് പേപ്പർ ഇട്ടും പച്ചക്കറി എടുക്കണം. പേപ്പർ വാങ്ങിച്ചിട്ടില്ല. പഴയ പേപ്പർ വീട്ടിലുണ്ട്, നോക്കണം. ഉണ്ടെങ്കിൽ എടുത്തിട്ട്. നമ്മളെ വീട്ടിൽ പേപ്പർ എടുത്തൊന്നുമില്ല. നമ്മൾ അവിടെ നിന്നൊന്നും പേപ്പർ വാങ്ങിച്ച് വെക്കാറ് പതിവ്. അങ്ങനെ വാങ്ങിച്ച് വെച്ച പേപ്പറൊക്കെ എടുത്ത് കൊട്ടയിൽ നിരത്തി വെച്ചിട്ട് വേണം കൊട്ടയിൽ നമുക്ക് പച്ചക്കറി എടുക്കാനായിട്ട്. അല്ല ശരിയാവൂല, ആണ് വേറെ കാര്യം. ഞാൻ അത്രയുടെ പല്ല് വെച്ചിട്ടില്ല. രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അയച്ചിട്ടില്ല. കുറേ പണികൾ എനിക്കും പെൻഡിങ് ഉണ്ട്. 7 എന്നാലും കയറിപ്പോയിക്കോ മതി. വന്നിട്ട് എഴുതാം. വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ, മതി. ഞാൻ പല്ലേക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. പല്ലിച്ചിട്ട് ഓടട്ടെ. ശ്രുതി പല്ലിച്ചിട്ട് ഓടട്ടെ. ഞാൻ പോയിട്ട് മീൻ കറി ചൂടാക്കി വെച്ചിട്ട്. മീൻ കറി മതി, ഓഫാക്കട്ടെ. അത് ഓഫാക്കട്ടെ. അത് ഓഫാക്കട്ടെ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അയക്കാനുള്ള കാര്യം ചെയ്യട്ടെ. ഞാൻ എല്ലാവർക്കും വാട്സപ്പിൽ ഗുഡ് മോർണിംഗ് അയക്കും. നമ്മുടെ ഫ്രണ്ട്സിന്, സബ്സ്ക്രൈബർ ഫ്രണ്ട്സിന് എല്ലാവർക്കും അയക്കും ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം എനിക്കുമ്പോൾ പല്ല് വെക്കാനായിട്ട്. അപ്പോൾ ശ്രുതി മോളിൽ കയറി പോയി കേസ്. പിന്നെ ശ്രുതി കൊട്ട കമത്തി വെച്ചിട്ടുണ്ട്. കഴുകിയിട്ട് വെയിൽ നട്ടടിക്കാൻ ഡ്രസ്സ് ഉണങ്ങി കിട്ടും. വെയിലടിക്കുന്നില്ല വൃത്തിക്ക്. ഒരു ചെറിയ മൂടലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ കൊട്ടത് കഴിച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ട് വെള്ളം കൂടി വെച്ച് നിറച്ച് ശ്രുതി ഒരു കൊട്ട കഴിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ബക്കറ്റ് വെള്ളം ഫുള്ളും തീർത്ത് ഞാൻ വീണ്ടും കോഴി നിറച്ചിട്ടുണ്ട്. മുമ്പ് ഞാൻ പല്ലിച്ചുകൊണ്ടിരിക്കുക. പല്ലേക്കട്ടെ. കൂടാതെ ഇനി എൻ്റെ ഫോൺ കൊണ്ട് എനിക്ക് റേഞ്ചുള്ള സ്ഥലത്ത് വെക്കണം. കാരണം വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുക. ഇന്നലത്തെ ബ്ലോഗ് അപ്ലോഡ് ആവുന്നേ ഉള്ളൂ. അത് തീർന്നിട്ടൊന്നുമില്ല, സമയമെടുക്കും. ഈ ഇടത്ത് അപ്ലോഡ് എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ ഗൈസ്, 68% ആയിട്ടുള്ളൂ. ഇനി കുറേ അപ്ലോഡ് ആവുന്നുണ്ട്. സമയം 7:54. ഞാൻ ഈ ഫോൺ അവിടെ മരത്തിൽ കൊണ്ടുവെക്കണം ഹൈറ്റിൽ. എന്നാലും അപ്ലോഡ് കാണിച്ചിട്ട് അവിടെ വെക്കണമെന്ന്. ഞാൻ ഫോൺ വെക്കുന്ന സ്ഥലം ഫുള്ള് മാറാനാണ് വഴിയിൽ. ഫുള്ള് എൻ്റെ ഒന്ന് ഇട്ടേരിയെ കൊണ്ട് ശല്യമാണ്. അവർക്ക് ജീവിക്കേണ്ടതുകൊണ്ട് കാര്യമില്ല. പക്ഷേ മനുഷ്യൻ നടക്കുന്ന വഴിയിലൊക്കെ വലയിട്ട് വെക്കേണ്ട ആവശ്യമില്ലോ. വേറെ കിട്ടിക്കൂടെ? ഞാൻ ഫോൺ വെക്കണം കാണിച്ചു തരാം എവിടെ വെക്കണമെന്ന്. ഇങ്ങനെ കഷ്ടപ്പെട്ടൊക്കെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും കാണും, മനസ്സിലാക്കുക എത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന്. ഇതുണ്ടോ ഗൈസ്, കണ്ടോ? ഇങ്ങനെ ഫോണിൽ വെക്കണം. ഇങ്ങനെ ഫോണിൽ വെച്ചിട്ട് വേണം ഇത് അപ്ലോഡ് ചെയ്യാൻ. ഈ മരത്തിലാണ് നിങ്ങൾ വെക്കണത്. ഈ മരത്തിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് റേഞ്ച് കിട്ടും. വൃത്തിക്ക് അപ്ലോഡ് കിട്ടും. അല്ലെങ്കിൽ അപ്ലോഡ് കിട്ടൂല. ഭയങ്കര പാടം അപ്ലോഡ് കിട്ടാനായിട്ട്. ഇങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ നമ്മൾ ബ്ലോഗ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. കാണുന്നവരൊക്കെ ബ്ലോഗൊക്കെ ലൈക്ക് ചെയ്യാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് എല്ലാവരെ കൊണ്ട് കാണാനും ലൈക്ക് ഇഷ്ടപ്പെടാനും ഒക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാനൊക്കെ പറഞ്ഞ് ഇതാക്കി. ഇഷ്ടപ്പെടാത്ത അവരുടെ ഇഷ്ടമാണല്ലോ. സപ്പോർട്ട് ചെയ്യാനൊക്കെ പറഞ്ഞ് ഇതാക്കാൻ ശ്രമിക്കുക. ലൈവൊക്കെ ഷെയർ ചെയ്ത്. എനിക്ക് മിക്കവാറും ഡെയിലി രാവിലെ വെച്ചുള്ള പരിപാടി ഇവിടെയാണ്. ഇവിടെ ഫോൺ കൊണ്ട് വെക്കുക, അപ്ലോഡ് ആക്കുക. ആ മെമ്പറടി അത് അപ്ലോഡ് ചെയ്തിരൂല കേസ്. റേഞ്ച് വളരെ കുറവാണ്. പിന്നെ മാത്രമല്ല ജിയോയുടെ 5G കിട്ടണം അൺലിമിറ്റഡ്. എന്നാൽ മാത്രമേ അപ്ലോഡ് ആവുള്ളൂ. അതായത് ഡെയിലി 1.5 GB ഉപയോഗിച്ച് 32 GB വീഡിയോ അപ്ലോഡ് പറ്റില്ല. അപ്പോൾ 69%, 1.5 GB അല്ല 2 GB. ഇപ്പോൾ ഡെയിലി 2 GB കിട്ടുന്നത്. 2 GB കൊണ്ട് 20 GB 28 GB ബ്ലോഗ് അപ്ലോഡ് ചെയ്യാൻ പാട്ട് പറ്റില്ല. അപ്പോൾ അതിന് അൺലിമിറ്റഡ് 5G നെറ്റ് കിട്ടണം. അതിനുവേണ്ടി ഇവിടെ കൊണ്ട് വെച്ചേക്കണം നെറ്റ് ഫോൺ. അപ്പോൾ ഓക്കെ ആയിരിക്കും. നമ്മുടെ വീടിൻ്റെ ഫുള്ള് മരങ്ങൾ കൂടിയിരിക്കുന്നത് അവിടെ റേഞ്ച് വളരെ കുറവാണ്. ഇവിടെ ഇത്തിരി ഓപ്പൺ ആയിട്ടുള്ള എൻ്റെ റേഞ്ച് ഇച്ചിരി നിൽക്കുന്നത്. അതുകൊണ്ട് വൃത്തിക്ക് റേഞ്ച് കിട്ടും. ഒരുപാടല്ല, കുറച്ചൊക്കെ ഓപ്പൺ ആണല്ലോ, അതുകൊണ്ട് റേഞ്ച് കിട്ടും. പിന്നെ താഴെ ആ ഷെഡ് ഉണ്ടോ, ബ്ലൂ ഷെഡ് നിങ്ങൾ കാണുന്നുണ്ടോ? ആ ബ്ലൂ ഷെഡ് അവിടെ കൊണ്ട് വെച്ചാൽ നല്ല റേഞ്ച് കിട്ടും. പക്ഷേ എനിക്കിപ്പോൾ നടക്കാൻ വയ്യ മാത്രമല്ല
പാമ്പൊക്കെ ഉള്ള വഴിയാണ് എൻ്റെ ഇതിൽ പോകാൻ ഒറ്റയ്ക്ക് പോകാൻ മടിയായിട്ട് ഞാൻ പോകുന്നില്ല. ശ്രുതി വരട്ടെ. ശ്രുതി തിരിച്ചടിക്കുകയാണ്. എന്താണ് എന്നെ വിളിച്ചത്? പിള്ളേരോടെ പോയി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞാൽ ആ എന്തോ ഒരു ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയ എന്തൊരു ജിജോ കൊണ്ടാക്കാൻ പറഞ്ഞത്? ആര് കൊണ്ടാക്കണ്ട? സച്ചിന് പോണേക്ക് പോലെ പെൺപിള്ളേരും നിൽക്കുന്നുണ്ടാവും. കമ്പനി അടിച്ചാണോ? അതാണ് വായി നോക്കി പോകുന്ന സെറ്റൊന്നുമില്ല. പിന്നല്ലാതെ എന്തോരം നോക്കിയേക്കണ് നല്ല തന്നെ നമ്മളെ കളി. അമ്മച്ചിയായി വയസ്സായി ആ വയ്യാത്തതെന്നാ അപ്പച്ച ഇവിടെ പല്ല് തേക്കുന്നതേ ഉള്ളൂ. എന്തിനു പോയി വലയുടെ ഇടയിൽ കയറി? ഞാൻ പോയപ്പോ ഒരു മുതുക്കു വല ഇട്ടിച്ചു. ഞാൻ വിചാരിക്കേ നേഴ്സ് നമ്മളിവിടെ പലതരം വെറൈറ്റി ചെലന്തി ഉണ്ട്, ഒരു ദിവസം ചെലന്തിയുടെ മാത്രം വീഡിയോ എടുത്തിട്ടാലോ? ചോപ്പ് ഉണ്ട്, മറ്റേ മഴവില്ല് ഒലുത് അതൊക്കെ ഉണ്ട് ഗൈസ്. അതാണ്. പിന്നെ കുഞ്ഞ് ഇല്ല സ്പൈഡർമാനിലെ കാണിക്കുമ്പോല കുണ്ടി വന്ന് ഉണ്ടച്ചിങ്ങനെ ഇരിക്കും, കൈയും കാലും ചെറുത്, അങ്ങനത്തെ ഉണ്ട്. എന്തായാലും പോയിട്ട് വാ. ശ്രുതി അങ്ങനെ ഭക്ഷണത്തിന് മുമ്പ് ഗുളി കഴിക്കാൻ വേണ്ടി പോകണം. കഴിക്ക് എന്നിട്ട് വേണം. ഇതിൽ 5 ഉണ്ട്, 2 എനിക്കും ശ്രുതിക്ക് 3 പറഞ്ഞേക്കുന്നത്. എന്തായാലും കഴിക്കാൻ എന്നിട്ട് ചോറ് നിർമ്മിച്ചോ? എന്ത് കണ്ടോ ഗൈസ്, മടിയുണ്ടോ ഗൈസ്? അങ്ങനെ അസ് ചോറ് വെക്കാൻ വേണ്ടി 2 ഗ്ലാസ് അരി കഴുകി കുക്കറിലിടാൻ പോകുകയാണ് ഗൈസ്. ഞാൻ അപ്പോഴത്തേക്കും ഇഡ്ഡലി ഒന്ന് ഉമ്മച്ചി അവിടെ അടുത്ത് വെച്ച് മഴയത്ത് നമ്മുടെ വീട് ഫുള്ള് ഇടിഞ്ഞ് ഗൈസ്. ഞാൻ കാണിച്ചുതരാം, കാണിച്ചു കൊടുക്കട്ടെ. കണ്ടോ, ഇവിടെയൊക്കെ ഇടിഞ്ഞു തുടങ്ങി, എല്ലാം കട്ടയൊക്കെ ഇളകി തുടങ്ങി. വീട് കൊണ്ട് ഇരുന്ന് ശരിക്കും കണ്ടോ, മുകളിലൊക്കെ അങ്ങനെ പൊട്ടി ഇളകിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ ബക്കറ്റ് അല്ലേ അസ്? കളയല്ലേ? 2 മതിയാ? കുറച്ചും കൂടി വെച്ചോ, ചിലപ്പോ നിന്നാലാ. ശരി. ഫോണൊക്കെ നനഞ്ഞു ഗൈസ്. ഓടിപ്പോ എടുത്തു. ശ്രുതി കുടയും കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്തിനാണോ പോയത്? വെള്ളം എടുക്കാനാണോ? വെള്ളമില്ലേ? ആ കപ്പിൽ വെള്ളം കൂടി പോയിരിക്കുക. എടുത്തുകൊണ്ട് വരട്ടെ. എൻ്റെ വന്നു അരിയാളോ വെള്ളം എടുക്കാൻ വേണ്ടി പോയതാ ശ്രുതി. അരി വെച്ചിട്ടുണ്ട്, കഴുകണം. ശ്രുതി വന്നിട്ട് വേണം ചെയ്യാനായിട്ട്. എൻ്റെ ഫോൺ തുറച്ച് കൊടുത്തേക്കണം പറഞ്ഞാണ്. അയ്യോ, മഴ പെട്ടെന്ന് വലുതായിട്ട് പെയ്യുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ശ്രുതി പുതിയ ഡ്രസ്സ് പുറത്താക്കിയിട്ടിരിക്കുന്നത്. ഇതോടെ നശിച്ചു പോകുന്ന മഴ തിന്നിട്ട്. നേരത്തെ അറിയാം കരിമ്പിനടിക്കും കുറേ മഴ ഉണ്ടാകും. ശ്രുതി വന്നിട്ട് വേണം എടുത്ത് വെക്കാനായിട്ട്. അപ്പം അങ്ങനെ വരും ഇതേമേ. ഞാൻ അവിടെ വെള്ളം കോരിച്ചുകൊണ്ട് എടുത്ത് കളയാൻ സുഖമാണ്. വാരി കോരി കളയുന്നുണ്ട് വെള്ളം. എന്താണോ മറ്റേ കൊട്ട എടുക്കാൻ വേണ്ടി പോയാന്ന് തോന്നുന്നു. ഇല്ല, കൊട്ട മയത്തിരിക്കുകയാണ്, അതെടുക്കുന്നില്ല. പിന്നെന്തിനാണോ പോയത്? വെള്ളം എടുക്കാൻ തന്നെയാണ്. അല്ല, കൊട്ട എടുക്കാനാകുമ്പോൾ വിചാരിച്ചു കൊട്ട എടുക്കാൻ വേണ്ടി പോയിരിക്കണം. കൊട്ട എടുക്കട്ടെ. ശ്രുതി അവിടെ നിന്ന് ബക്കറ്റിൽ വെള്ളം എടുത്തു. ഉണ്ടോ എവിടെ പിടിക്കേണ്ടത്? വെള്ളമാണോ? എന്നാൽ അവിടെ ചിരി പോകാൻ എടുത്തോളൂ. അവിടെ ചിരി. ഓ അവിടെ ബക്കറ്റോളം എടുത്തുണ്ടോ അങ്ങനെ പോയിട്ട്? ഞാൻ രാവിലെ നിറച്ചിട്ട് വെള്ളമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അത് കഴിയാനൊക്കെ ഉണ്ട്, പച്ചക്കറി കഴിയാനുണ്ട്. ഇപ്പോൾ കുറേ ചെയ്യാനുണ്ടല്ലോ, വെള്ളം ആവശ്യമുണ്ട്. ആവശ്യത്തിന് അവിടെ എടുത്തു വന്നത് കുഴപ്പമില്ല. നീ എവിടെ പോണേ? ആ, പാത്രം ചെയ്യാനുള്ള സോപ്പ് എടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ അരിയൊക്കെ കഴുകാൻ ഞാൻ കൊട്ടയൊക്കെ എടുത്തോണ്ട് വെച്ചിട്ടുണ്ട്. അവിടെ ഒഴിച്ചാ മതി. അത് ആ കരിവേപ്പില തൈ പടും. അങ്ങനെ വെള്ളം ഒഴിച്ചോണ്ടിരിക്കുന്നു.
മഴ നനയുക. ആദ്യം അങ്ങനെ അരിയെ കഴുകി അടുപ്പിൽ വെച്ച് തീ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി ഒന്ന് ചൂടാക്കണം, കഴിക്കല്ലേ. അങ്ങനെ ശ്രുതിക്ക് ജെല്ലൊക്കെ തുറന്നിടാൻ വേണ്ടി പിന്നെ കൊട്ടോടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പച്ചക്കറി എടുക്കണമെങ്കിൽ പച്ചക്കറി ഫുൾ അടിച്ച് കൊടുത്തേക്കണം. ഞാൻ അടുപ്പിൽ അരി വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ഇഡലി ബാക്കിയുള്ള ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ ചൂടായി കഴിക്കാം. അങ്ങനെ ശ്രുതി പച്ചക്കറിയൊക്കെ എടുക്കാൻ വേണ്ടി പേപ്പറൊക്കെ സെറ്റ് വിരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊട്ടയിൽ. പിന്നെ പച്ചക്കറി അടുക്കി വെക്കണം. കൊട്ടയിൽ കഴുകി കൊടുത്തേക്കല്ലേ, ആ പച്ചക്കറി അടുക്കി വെക്കണം. ഇത് കവറിലിരുന്ന് കടയിൽ പോകും എല്ലാം കൂടി. അപ്പോൾ ഗൈസ് നമ്മളത് ഏകദേശം ഇഡലി എടുത്തിട്ടുണ്ട്, പ്ലേറ്റിലാക്കിയിട്ടുണ്ട്. 5 ഇഡലി ഉണ്ടെന്ന് നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ് കുറച്ച് കുറച്ചായിട്ട്. അപ്പോൾ ആ പ്ലാൻ ഞാൻ ഓൾറെഡി വർക്കിലാണ്. ശ്രുതിക വളർന്ന് പാത്രം കഴിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കഴിച്ച് രാത്രി കഴിച്ച പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൈ എടുക്കാണ്, കറി എടുക്കാൻ തവി വേണമല്ലോ. അത് തട്ട് മാത്രമേ എനിക്ക് ഉള്ളൂ, ബാക്കിയെല്ലാം കൈ കഴിഞ്ഞ്. അപ്പോൾ ഇനി എനിക്ക് സാമ്പാർ വെക്കണം. സാമ്പാർ വെക്കണം അല്ലേ? സാമ്പാർ വെച്ചാൽ മതിയാ? കറി എന്തൊക്കെ തന്നെ സാമ്പാറോട് വാങ്ങിച്ചിരുന്നത്? അടിപൊളി. ഇന്നലെ സാമ്പാറോട് വാങ്ങിച്ചിട്ടില്ല കേസ്, പണി പാടിയല്ല. ആ തോരൻ വെക്കാം, ആയിക്കോട്ടെ. തോരൻ വെച്ച് മാത്രം മതി. ബീറ്റ്റൂട്ട് തോരൻ വെക്കാം കേസ്. ബീറ്റ്റൂട്ട് ഇട്ടുണ്ട്. ഞാൻ വാങ്ങിച്ച ബീറ്റ്റൂട്ട് തോരൻ വെക്കാമല്ലോ. മീൻ എടുത്ത് വന്നിട്ട് കറി വെക്കാമെന്ന് ശ്രുതി പറഞ്ഞിട്ട് കുഴപ്പമില്ല, ചോറാവട്ടെ. എന്നിട്ടോ കഴിട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ഒരു വീട്ടിൽ തന്നെ കഴിക്കണത് 5 ഇഡലി 10 അതാണ് ശ്രുതി പറഞ്ഞത്. അതാണ് 5 ഇഡലി കൊണ്ട് ഞങ്ങൾ കൂട്ടാൻ വേണ്ടി പോകണം. ഫോട്ടോ ഏതായാലും ഫുഡ് കഴിക്കട്ടെ. ഫാൻ ഇട്ടേ. ആർജപ്പം തോരത്തിനുള്ള പരിപാടിയാണ് അല്ലേ ആർജെ? ബീട്രൂട്ട് നന്നായിക്കൊണ്ടിരിക്കുകയാണ്. ആർജ് ഇങ്ങനെയാണ് അരിയണത്, എല്ലാം പറക്കോട്ടാണ്, മുമ്പോട്ട് ചെയ്യൂല. കൈ മുറിയൊന്ന് പേടിയാ? എന്നാ പതുക്കെ ചെയ്ത് കൈയൊന്നും മുറിക്കല്ലേ. എന്തായാലും ആർജ് തോരത്തിനുള്ളതാക്കണേ. ചോറ് ഇവിടെ ഫിസിലൊക്കെ അടിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തായാലും നോക്കാം. അങ്ങനെ ആർജ് തകർത്ത് പണികളാണ് ഗൈസ്. തോരത്തിനുള്ള സവാള കരിന് ചോപ്പറിൽ അവിടെ തോരത്തിനുള്ള അരിഞ്ഞ് വെച്ച് ചോറ് ഊറ്റി വെച്ച് അല്ലേ ആർജ്? അപ്പൊ ആർജന്റെ കുക്കിംഗ് നടക്കട്ടെ. ആർജ് തോരൻ വെക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ ആർജ്? അപ്പൊ എന്തായാലും തോരൻ വെക്കട്ടെ. ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ തുണിയൊക്കെ ഞാൻ മടക്കിയതാണ് ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാ അലമാരയ്ക്ക് എടുത്ത് ഒതുക്കട്ടെ ഗൈസ്. അങ്ങനെ അവളുടെ ഒതുക്കലൊക്കെ നടത്തിക്കൊണ്ട് അലമാര സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓ ആയിക്കോട്ടെ. അപ്പൊ ബാക്കി മൊത്തം നിന്റെ അല്ലേ? അത് മാത്രം പറഞ്ഞാൽ പോലെ എന്നെ ഇനി എന്തോരം ഷെൽഫ് എടുക്കണം, അതൊക്കെ എൻ്റെ ശ്രുതിയുടെയാണ്. പിന്നെ മഴ പെയ്തു തുടങ്ങി ഗൈസ്. മഴ ഉണ്ടോ നിങ്ങൾ? മഴ തകർക്കുന്നുണ്ടോ? മഴ കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ? ശ്രുതി ഡ്രസ്സ് എടുത്തില്ല പുറത്തുനിന്ന്. മഴ കേൾക്കാം, ഇത് പ്രതീക്ഷിക്കുന്നു. നന്നായിട്ട് മഴ പെയ്യട്ടെ. നിങ്ങൾ ഡ്രസ്സ് എടുത്ത് പുറത്തിട്ട് തമ്മിലാണെന്ന് പിടിയില്ല. ഞാൻ ഇവിടെ കലം കൊണ്ട് ഞാൻ കലമില്ല, അവിടെ ബക്കറ്റ് കൊണ്ട് ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? അവിടെ വെള്ള ബക്കറ്റ് ഇരിക്കുന്നുണ്ടോ ഗൈസ്? ഇവിടെ ആ വെള്ള ബക്കറ്റ് ഞാനിപ്പോൾ അവിടെ കൊണ്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ബക്കറ്റാണ്. വെള്ളം ഒഴിക്കട്ടെ, കാരണം കുടിക്കുമ്പോൾ വെള്ളം ആവശ്യമുണ്ടല്ലോ. അപ്പോൾ നിറച്ച് വെച്ചാൽ അത്ര ആയില്ലേ. ഇനി വെയിലെടുക്കാൻ വെച്ചാൽ ചൂടാകുമ്പോഴും ശ്രുതി കുടിക്കണം. ഇപ്പോൾ ഒരിക്കലും ശ്രുതി കുടിക്കില്ല, മടിയെത്തിയാണ്. അപ്പോൾ പിന്നെ വീട്ടിലകത്ത് എന്താക്കും മുൻകൂർ നോക്കട്ടെ. ശ്രുതിയുടെ വൃത്തിയാക്കുന്ന അവിടെ വരായി. മാറ് വൃത്തിയാക്കൽ കാണട്ടെ. തേങ്ങ ഒതുക്കി, തുണി ഒതുക്കി, ഇത്ര ഒതുക്കി. പൊളി അലമാര എത്ര ഒതുക്കിയിട്ടുണ്ട്, അടിപൊളി. ഓ കണ്ടോൻ്റെ വീട് മാത്രം വൃത്തിയാക്കണം. തേങ്ങ സ്വന്തം വീട് വൃത്തിയാക്കും. എന്ത് രസം കാണാനായിട്ട്. സ്വന്തം വീടും വൃത്തിയാക്കണം. എല്ലാവരും വീടും വൃത്തിയാക്കാറുണ്ട്, എൻ്റെ വീടും വൃത്തിയാക്കാറുണ്ട്. അതന്നെ. അല്ല, എപ്പോഴും നാട്ടുകാരുടെ വീട് വൃത്തിയാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് പറഞ്ഞാ. അങ്ങനെ ശ്രുതി സ്വന്തം വീടും സ്വന്തം വൃത്തിയാക്കിയിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ അടിപൊളിയായിട്ട് രസം പറഞ്ഞില്ല. പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലേ എന്താണ് സത്യത്തിന്റെ മുഖം വികൃതമായിരിക്കും.
ശ്രുതിയുടെ പിന്നെ ഞാൻ കൈക്കലെടുക്കട്ടെ. ഏത് മീനാണ്? ഏത് മീൻ? ഇത് രണ്ട്. അത് ഫുൾ കൈയാണോ? ആ. അത് തേക്കൂല എനിക്ക്. പിന്നെ മറ്റേതാണ്? ഇത് ഒരു ഒല്ലുത് വലിഞ്ഞിരിക്കുന്ന ഒരു പനി. അത് വീട്ടിലിടാമല്ലോ. മറ്റേത് നല്ല മീനായിരുന്നില്ലേ ഫുൾ കൈ? ഇട്ടാ നിക്കറുണ്ടാന്ന് അറിയില്ല. ആ മറ്റേതാ? മറ്റേ ഫുൾ കൈ ആണ്, പക്ഷെ അസുഖം ചേരൂല. ടൈറ്റ് ആണോ? അത്രേ ഉള്ളൂ പണ്ടത്തത്. ആ ആയിക്കോട്ടെ, എടുത്തോ. ആയിക്കോട്ടെ, എടുത്തോ, കുഴപ്പമില്ല. വേറെ ഡ്രസ് ഉണ്ടല്ലോ, അതുകൊണ്ട് മതി. ഓ ഭയങ്കര തുണി ആയിരിക്കും. ശ്രുതി ഒന്ന് നോക്കട്ടെ, ഞാൻ വർക്ക് ചെയ്യട്ടെ. ശ്രുതി അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണോ ഗൈസ്? എനിക്ക് വിശപ്പില്ല, അതുകൊണ്ട് ഞാൻ കഴിക്കണില്ല. ശ്രുതി കഴിക്കട്ടെ. അതെ എന്നിട്ട് വേണം ബാക്കി ഒതുക്കാൻ. ശ്രുതിക്കാൻ വിശപ്പുണ്ടാവുകൊണ്ട് ശ്രുതി കഴിച്ചിട്ട് ബാക്കി ഒതുക്കട്ടെ. പിന്നെ കുടിവെള്ളം വെച്ചിട്ടുണ്ട്, കെറ്റിൽ കുടിവെള്ളം വെച്ചിട്ടുണ്ട്, ജീരകം ഇട്ടിട്ടുണ്ട്. ജീരകം ഇട്ടില്ലേ? ഇഞ്ചിയാ? ഇഞ്ചി ഇട്ടേക്കണത് ഗൈസ്, ജീരകമല്ല. അപ്പോൾ എന്തായാലും ശ്രുതി ഭക്ഷണം കഴിക്കട്ടെ. ശ്രുതി കഴിച്ചിട്ട് വേണം ശ്രുതിക്ക് ബാക്കി തുണി കൂടി ഒതുക്കി വൃത്തിയാക്കാൻ. എനിക്ക് വിശപ്പില്ലാത്തതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. ഞാൻ എന്തായാലും ഒതുക്കി വൃത്തിയാക്കാൻ. എനിക്ക് എന്തായാലും വിശപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഇനി വൈകിട്ട് കഴിക്കോളൂ. എനിക്ക് വലിയ വിശപ്പില്ല. രാവിലെ 2 ഇഡ്ഡലി കഴിച്ചാലും മതി. വലിയ വിശപ്പില്ലാത്തതുകൊണ്ട് പിന്നെ. പക്ഷെ ശ്രുതിക്ക് മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് വിശപ്പുണ്ട്, അതുകൊണ്ടാണ് ശ്രുതി കഴിക്കണത്. കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ കട്ടിലൊക്കെ നീക്കി, അലമാരൊക്കെ നീക്കി, അലമാരടിയിൽ ഉള്ളും പേപ്പറും കഴിഞ്ഞിട്ടും എരി കൊണ്ടിട്ടിരിക്കുന്ന ഗൈസ്. കുറേ ചെറിയ പേപ്പറൊക്കെ അടിച്ച് വൃത്തിയൊക്കെ എടുത്ത് നമ്മൾ ശ്രുതിയെ അടക്കൂടെ അടിച്ച് വൃത്തിയാക്കാം. അതിന് ശേഷം മോളിൽ കയറി പോകണം. മോളിൽ പിള്ളേർ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ അവിടെ കയറി പോയി ശരിയാവില്ല. നമ്മൾ പിള്ളേർ വിളിച്ചിട്ട് കുറേ നേരം ഇല്ലേ ശ്രുതി, നമ്മളിവിടെ വൃത്തിയായിട്ട് പോകുന്ന വെച്ചിട്ടാണ്. നമ്മൾ തുടങ്ങി വെച്ചല്ല, വൃത്തിയോർത്തിൽ പോകുന്നത് വെച്ചിട്ടാണ്. അത് നമ്മൾ തീർക്കാതെ പോയാൽ പിന്നെ പകുതി വെച്ച് വിട്ട് പോയാൽ പിന്നെ ഒന്ന് ചെയ്ത് നടക്കൂല. പിന്നെ വന്നിട്ട് ചെയ്ത് വൃത്തിയാക്കാതെ നടക്കാത്ത കാര്യമാണ്. അതവിടെ പെൻഡിങ്ങായി നിൽക്കും. പ്രത്യേകിച്ച് ശ്രുതി ചെയ്ത് തുടങ്ങിയാൽ ആ ഫ്ലോയിൽ ചെയ്ത് പിന്നെ വിട്ടാൽ ശ്രുതി ചെയ്യൂല. ശ്രുതിക്ക് ദേഷ്യം വന്ന് മടി പിടിച്ചിരിക്കും. അത് കാരണം പിന്നെ ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിച്ചു. അവിടെ ചവിട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാക്കും. മണ്ണുകൊണ്ട് പുറത്തോട്ട് കുടയണം. നമ്മൾ ഫുൾ ടൈം ചെരുപ്പിട്ട് കയറുന്നുണ്ട്. ഇഷ്ടംപോലെ മണ്ണുണ്ടാവും അല്ലേ ശ്രുതി? ഓക്കെ. എനിക്ക് വിയർക്കണം, അതുകൊണ്ടാണ്. പെട്ടെന്ന് വായിക്കാം. പ്ലാസ്റ്റിക് മാത്രം ഇടും, പക്ഷേ ബാക്കി പേപ്പറൊക്കെ കത്തിക്കാൻ വേണ്ടി വായിക്കും. കുളിച്ചിട്ട് മുകളിൽ കയറാനാ? ഓക്കെ. പണിയൊക്കെ ഒത്തിരി പോകാൻ സുഖം. കുളിച്ച് ദിവസമായിട്ട് പോവാം. ഡെയിലി ശ്രുതിക്ക് തുമ്മൽ തുടങ്ങിയാൽ ബുദ്ധിമുട്ടായി മാറും. എന്താണ്? മുഖത്തിൽ തുണിയൊക്കെ കെട്ടിയിട്ട് ചെയ്തുകൂടെ? എനിക്ക് ശ്വാസം മുട്ടും. അതാണ് എന്ത് ചെയ്താലും ഓരോ പള്ളിയാ. അതെ വള്ളികൾ മാത്രമേ ഉള്ളൂ ഫുള്ളും. നല്ലൊരു പേഴ്സായിരുന്നു, ആ പേഴ്സ് ഫുള്ളും അയ്യേറ്റി നശിപ്പിച്ചു. പോട്ടെ. സ്വന്തമായി ഒന്നും ഇല്ലാത്ത എലി എല്ലാം അടിച്ചു മാറ്റില്ല. എനിക്ക് പേഴ്സ് വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ, കളഞ്ഞു. പണിയെടുത്താൽ കഷ്ടപ്പെട്ടാൽ കട്ടുണ്ടോ എന്ന് നടന്നതൊക്കെ. അതാണ് സത്യം. പക്ഷേ നിനക്കൊക്കെ ഉള്ളവന് വീട്ടിൽ പോയി കട്ടുവിടടാ അല്ലേ? മറ്റേ ഇവൻ ചോദിച്ച പോലെ, ലോലൻ ചോദിച്ച പോലെ നിനക്ക് പോലെ ഉള്ളവൻ്റെ വീട്ടിൽ പോയി കട്ടുവിട. ഒരു ഗതിക്ക് പരഗതി നമ്മുടെ വീട്ടിൽ വന്നിട്ട് കയറണോ അല്ലേ നിഷു? മണ്ണുണ്ടാവും. പിന്നെ നമ്മൾ എന്തോരം മണ്ണ ചവിട്ടി വരുന്നത് ഫുൾ ടൈം. പുറത്ത് ചുമരിലാണ് അടിക്കേണ്ടത്, എന്നാലും ഇവിടത്തേക്ക് മണ്ണ് പോവുള്ളൂ. അടിക്കി നീ വന്ന് പിടിക്കുക ക്യാമറ. ഇല്ലല്ലോ, മതി. ഇല്ലാത്ത ഞാനും മൂട് നോക്കി നടക്കാം. പിന്നെ എല്ലാം ചെയ്ത് തരണ്ടേ? ആവശ്യത്തിന് എല്ലാത്തിനും ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് എല്ലാം ചെയ്തിട്ടുണ്ട്. നീ പിന്നെ ക്യാമറ പിടിച്ചേക്കണേ. വൃത്തിയാക്കി ഏകദേശം കുളിച്ച് പ്രശ്നമാണ്. അപ്പൊ ആദ്യം കുളിച്ച് വന്നിട്ടുണ്ട്. നല്ല കാലക്കം മഴ. എന്റെ തുണി
രണ്ടെണ്ണം പുറത്ത് കിടപ്പുണ്ട്. പുതിയതാണ്, അതെടുക്കണം, അത് ഇടണം. അപ്പം ഞാനിവിടെ തന്നെ ചന്ദനത്തിൽ നല്ല അടിപൊളി പൈനാപ്പിൾ സ്മെല്ലുള്ളതാണ്. അപ്പം ഞാൻ അതിങ്ങനെ തുണിയിൽ പുകച്ചോണ്ട് കിടക്കുകയാണ്. കാരണം സ്മെല്ല് വരാൻ പാടില്ലല്ലോ, ഇതിൻ്റെ മണം പിടിച്ചാലും കൊതുകൊന്നും വരാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാ തുണിയിലും ഇങ്ങനെ ഞാൻ പുകച്ചോണ്ട് നടക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കുളിച്ച് പക്ഷേ ഡ്രസ്സൊന്നും ഉണങ്ങി അലക്കിയിട്ടില്ല. എന്നിട്ടത് മാത്രമല്ല കളർ ഇതൊക്കെ ഓൾറെഡി അലക്കിയിട്ട് ഉണങ്ങിയിട്ടില്ല. പിന്നെ എല്ലാം കൂടി അലക്കിയിട്ട് ഉണക്കാൻ സ്ഥലമില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് പറ്റും. അപ്പോൾ നമ്മൾ മോളിൽ കയറി പോകണം ഗൈസ്. എൻ്റെ ഫോൺ എത്തുന്നു, പക്ഷെ എൻ്റെ ഫോനോ അപ്പോൾ പോയാലില്ല. മോളിൽ കയറി പോകുന്ന സ്ഥിതി ഓൾറെഡി മുകളിൽ കയറി. അപ്പോൾ ഞാനും കേട്ടെ കയറുമ്പോൾ ഇതിൽ കൂടെ കയറുള്ളൂ, കാരണം ഇതിൽ കൂടെ കയറാൻ വേണ്ടി പാടില്ല, ഇറങ്ങാനാണ് പാട്. അപ്പോൾ ഞാൻ ഇതിൽ കൂടെ കേട്ടപ്പോൾ ഫോൺ കട്ടാക്കാൻ കേസില്ലേ ഞാൻ എന്തിനാ ചാൻസ് കൂടുതല ശ്രദ്ധിച്ച് കയറി. അങ്ങനെ മോളിൽ കയറി അവിടുത്തെ പോയി ചത്ത് എന്താണ് തളർന്നു കേസ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മുടെ വീടിവിടെ മുകളിലായിരുന്നെങ്കിൽ ഇത്രയും പാടില്ലായിരുന്നു, അതൊക്കെ മതിയായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങ് താഴെ കുഴിയിലായി വീട്ടിൽ ഒന്ന് കാലിയേക്കട്ടെ, ഇച്ചിരി പണിയാണ്. ശ്രുതി അവിടെ എത്തി കണ്ടു നമ്മൾ, അവിടെ നിന്ന് ശ്രുതി എത്തി. ശ്രുതി എക്സ്പ്രസ് ആണല്ലോ, അതുകൊണ്ട് പോട്ടെ, ഞാൻ പിന്നെ പതുക്കെ നടക്കുകയുള്ളൂ. എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്ന ആരോഗ്യമില്ല, അങ്ങനെ പതുക്കെ നടക്കുള്ളൂ. മൂത്ര വെച്ചിട്ട് പതുക്കെ പോവാം. ഇന്നിവിടെ ബസ്സില്ലാത്തതുകൊണ്ട് പിള്ളേർക്ക് ക്ലാസ്സിന് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് പിള്ളേർ നേരത്തെ വന്ന് പിള്ളേർ വന്നിട്ട് കുറേ നേരം നമ്മൾ, പക്ഷേ നമ്മളെ പണികൾ തീർക്കാതെ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാം തീർത്തിട്ട് കയറി ഇനിയും ഭക്ഷണം കഴിക്കണം, അത് കുറച്ച് കഴിഞ്ഞ് പോയി കഴിക്കാം. ശ്രുതി കഴിച്ചു, ഞാൻ കഴിച്ചിട്ടില്ല, അതിനെ കുറച്ച് കഴിഞ്ഞ് പോയി കഴിക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ ഇനിയിപ്പോൾ വൈകിട്ട് ഇവിടെ തന്നെ ആയിരിക്കും നമ്മൾ ഉറപ്പാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ പിള്ളേരോടെ കുറച്ച് കമ്പനി കടിച്ച് കറണ്ട് വന്നാൽ ടി വി കൊണ്ടിരിക്കുക, കറണ്ട് വന്നില്ലെങ്കിൽ മൊബൈലിൽ നോക്കിയിരിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ഇനിയുള്ള വിശേഷം പതുക്കെ പറയാം. കറണ്ട് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ, താഴത്തില്ലാത്ത കറണ്ട് വന്നിച്ചേ പോന്നിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ് ഞാനവിടെ ഇരിപ്പാണ്, ശ്രുതിയും ഇവിടുത്തെ അമ്മൂസും കൂടി താഴെ വീട്ടിൽ പോയിരിക്കുകയാണ്. ഞാൻ പുറത്ത് മഴയൊക്കെ ബന്ധിക്കാണ്, മഴ ആസ്വദിച്ചുകൂടി ഇരിപ്പാണ്. നല്ല അടിപൊളി മഴയാണ്. ക്യാമറയിൽ കാണുന്നൊക്കെ നമ്മൾ, പക്ഷേ ഏരിയയിലൊക്കെ ഇളകുന്ന സ്ഥലത്ത് കാണുമ്പോൾ മനസ്സിലാവും മഴ പെയ്യാണെന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്. മഴ പെയ്യുന്നുണ്ട്. കിച്ചുതി അവിടെ കിടക്കുന്നു. ഇവിടെ നിന്ന് ജോലി ഇപ്പോൾ ചാടിപ്പോയി. അപ്പോൾ ഇവിടെ ജോലി ഉണ്ടായിരുന്നു, ഇപ്പോൾ അവിടെ താഴത്ത് ചാടിപ്പോയി. മഴ വീണ്ടും തകർക്കണം ഗൈസ്, തകർത്ത് വീഴ്ച നല്ല തകർത്ത് വെടിപ്പനായിട്ട് പെയ്യാണ് മഴ. മഴ എന്തായാലും പെയ്യട്ടെ, കലക്കാണ്ട് പെയ്യേണ്ട മഴയൊക്കെ. അതാണ് കൊള്ളാം, നല്ലതായിരുന്നു മഴ വേണം. എനിക്ക് ഇഷ്ടമുള്ള സംഭവം മഴ വീണത്. എനിക്ക് മഴ വീണത് വളരെ ഇഷ്ടമുള്ള സംഭവമാണ്. അതുകൊണ്ട് ഞാൻ മഴയെ ആസ്വദിക്കും ഇങ്ങനെ ഇരുന്നിട്ട്. എന്നാലും കൊള്ളാം, ഇവിടെ ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കാൻ നല്ല രസമുണ്ട്. എനിക്കിഷ്ടമുണ്ട് മഴ വീണത്. ഗൈസ് രണ്ടിനോട് പോയിട്ട് വരുന്നു. രണ്ടോട് വീട്ടിൽ പോയിട്ട് വലിയ കൂടെയായിട്ട് എടുത്തിട്ടുണ്ട്. ശ്രുതിക്ക് കോട എടുക്കാൻ നേരത്തെ പരാതിയായിരുന്നു, ഹായ് പറയുന്ന അമ്മൂസ്. കോട എടുത്തുകൊണ്ട് അവിടെ നേരത്തെ എന്നോട് ഭയങ്കരതാക്കിയത് ഞാൻ എടുക്കാൻ സമ്മതിച്ചില്ല, ഇപ്പം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മൂസ് ശ്രുതിക്ക് അങ്ങനെ മൈലാഞ്ചി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മൂസിൻ്റെ ഒരു ഡിസൈൻ്റെ കഴിവ് തെളിയിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഫോണിൽ ഡിസൈൻ എടുത്തിട്ടുണ്ട്. ആ ഡിസൈനാണ് പ്ലാൻ ചെയ്യണത്. എന്തായാലും അതാണ് സെറ്റാക്കി തരും. അതിനിപ്പോൾ ആർജെന്നില്ലെങ്കിലും കുഴപ്പമില്ല, നീ ജസ്റ്റ് ആ ഡിസൈൻ ഇട്ടിട്ട് ആർജെന്ന് വേറെ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടാക്കി എഴുതിയാൽ മതി. ആ എന്തായാലും ചെയ്താൽ മതി. ഇതിന്റെ അകത്തൊരു വട്ടം വരയ്ക്കും. എന്റെ കൈ ചെറുതായിരുന്നു, അത്രയും വലിയ. അല്ല ഇതിനും കുഴപ്പമില്ല, അതാ ഞാൻ അങ്ങനെ വരച്ചാൽ കുഴപ്പമില്ല, നിർബന്ധമില്ല, ചുമ്മാ പറഞ്ഞോളൂ. ഇതിനും കുഴപ്പമില്ല, ഇതില്ലേനും കുഴപ്പമില്ല, നീ വെറുതെ കഷ്ടപ്പെടണ്ട. സച്ചു ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് സച്ചു വന്നിട്ട് കുറെ ടഗ് പോയി. അപ്പം ആ അമ്മൂസിനെ തളർത്തി കളഞ്ഞു. നിങ്ങളെല്ലാവരും പോയി അവനെ പോയി ചീത്ത പറയണം. അവൻ കോഴിയാണ്, അവൻ കോഴിയാണ്. അതാണ് സച്ചുവിന് അമ്മൂസിന്റെ ക്ലാസ്സിലൊരു ലൈൻ ഉണ്ട്, അത് പറഞ്ഞ കാര്യം ഇല്ല. സച്ചു അമ്മൂസിന്റെ ഏതൊരു ഫ്രണ്ടിനെ പ്രപ്പോസ് ചെയ്തെന്ന് അമ്മൂസ് ഇന്നലെ പറഞ്ഞത്. സെറ്റായില്ല. ആ സത്യം കരണ്ട് കരണ്ട് വന്നിരിക്കുകയാണ് ഗൈസ്, അതുകൊണ്ട് രക്ഷപ്പെട്ട്. എന്താണ് തെറ്റിക്കരുത്, അതാണ്
കരണ്ടല്ലായിരുന്നു കാണൂലായിരുന്നു. അപ്പോൾ മഴ നിൽക്കാതെ പെയ്യണം കേസ്. അപ്പോൾ മഴ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കുറേ ഇരുന്ന് മഴ മാറാൻ വേണ്ടി കുറേ നേരം നിന്നു. പക്ഷേ മഴ നനയാൻ പറ്റില്ല, മഴ മാറിയില്ല, മഴ മാറുന്നില്ല. അവസാനം നമ്മൾ കുട ശ്രുതി രണ്ടാമത് പോയി എടുത്തോണ്ട് രക്ഷപ്പെട്ട് അവിടെ ആ മഴ മാറിയിട്ട് പോകാൻ വേണ്ടി നിന്ന ദിവസം നീ അപ്പം എണീറ്റില്ല. അപ്പോൾ അവിടെ ഇരുന്ന് ടി വി നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞപ്പോൾ മഴ മാറിയായിരുന്നു. ആ പിന്നെ ഫോൺ കാണാത്തോട്ടെ ഗൈസ്. അപ്പോൾ വീട് കൂടെ വീട്ടിൽ പോയിട്ട് കാണിക്കാം. അപ്പോൾ നമ്മളിത് വീടെത്തി ഗൈസ്. ഇനി നടന്നോ ഞാൻ ബാക്കിൽ നടന്നോ. ആ അപ്പോൾ ഞാൻ നനയുന്നുണ്ട് ശ്രുതി കാണിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വീടെത്തി. നമ്മളെ വലിയ കാലം കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നനയാതെ വീട്ടിലെത്തി. വലിയ കാലം കൂടെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു ഗൈസ്. സുഖമായിട്ട് നമ്മൾ വീട്ടിൽ നനയാതെ വന്ന്. നനയാന്ന് വെച്ചാൽ ചെറുതായിട്ടൊക്കെ അവിടെ ഒന്നും ആയിട്ടുള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല. തുണി നനഞ്ഞിട്ടൊന്നുമില്ല. ആ തുണി ചാറ്റടിക്കുന്ന നനയുന്ന സുഖമാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. തണുപ്പുണ്ടാവും, കാരണം ഉണങ്ങാത്ത തണുപ്പുണ്ടാവും. അപ്പോൾ എന്തായാലും ഗൈസ് ഇനിയിപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. സൂര്യ അങ്ങനത്തെ വെള്ളം കൊണ്ടുവരുന്ന ഒരു ബക്കറ്റ് അവിടെ ഞാൻ കോരിച്ച വെള്ളമാണ്. ഇതെടുത്ത് മെയിനായിട്ട് നമുക്കിപ്പോൾ രാത്രി ഭക്ഷണം കഴിക്കാനുള്ള പാത്രം ഒന്ന് കൈയെടുക്കാനും എല്ലാത്തിനും കൊണ്ടുവരാൻ അങ്ങോട്ട് ഇനി മഴയത്ത് അങ്ങോട്ട് പോകണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ കൊണ്ടുവെക്കാമെന്ന് വെച്ച് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ വെള്ളം ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള റെഡി ചെയ്യാൻ വേണ്ടി പോവാം. കൂടെയൊക്കെ അവിടെ കുത്തി വെച്ച് വെള്ളം പടിയുണ്ട്. ഇതുണ്ടോ ഗൈസ്, തിന്ന പ്ലേറ്റ് നമുക്ക് ഒരു പ്ലേറ്റ് കഴിയാണ്ട് പിന്നെ പ്ലേറ്റ് കഴിയാൻ പ്രശ്നം തുറന്ന്. അപ്പോൾ ഭക്ഷണം കഴിക്കാന് ശേഷം അല്ലേ ശ്രുതി? ആ വലിയ വേണ്ട, ചെറിയൊന്നുമില്ല. ആ മാറി നീ ആ സ്റ്റെപ്പിൽ നിന്ന് മാറിക്കും, ഞാൻ സ്റ്റെപ്പിൽ നിന്ന് കഴിയണ്ടേ. ഞാൻ ഈ പെട്ടി പൊട്ടിപ്പോയി ഗൈസ്. ഈ പെട്ടി പൊട്ടിപ്പോയിട്ട് ഞാനിപ്പോൾ ഇത് പിടിപ്പിച്ച് പൊട്ടിച്ച് വെച്ച് സ്റ്റിക്കറൊക്കെ അടിച്ച് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പെട്ടി എത്ര കൊണ്ട് ഒപ്പിക്കണം. ഇവിടെ വെക്കാനായിട്ടൊരു ബേസ് ബോർഡ് പെട്ടി നമുക്ക് എത്ര കൊണ്ട് കിട്ടിയിട്ട് ശരിയാവില്ല, കാരണം ഒരു സൈഡ് മാത്രമല്ല അടുത്ത സൈഡും പൊട്ടിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ സൈഡ് ഒട്ടിച്ചു, പക്ഷേ ഈ സൈഡ് ഓൾറെഡി കിട്ടി തുടങ്ങി. എത്ര കൊണ്ട് അടുത്ത സൈഡ് ഒട്ടിക്കണം. തൽക്കാലത്തിന് ഇത് അഡ്ജസ്റ്റ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. തൽക്കാലത്തിൽ ഉപയോഗിക്കാം. പുതിയ പെട്ടി എത്ര കൊണ്ട് ഒപ്പിക്കണം, നമ്മൾ ശരിയാവില്ല. നമുക്കൊരു ബേസ് ബോർഡ് ചെറിയ കിട്ടി അവിടെ എപ്പോഴും വേണം സാധനമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. സോ ഇത് എന്താ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സാധനം. കാണാത്തോടെ ചോദിക്കണം എന്ത് സാധനം. എന്തോ സാധനം ഉണ്ടാക്കാൻ കണ്ടത് ചാണകം പോലെ ഉണ്ട്. ഉണ്ടാക്കട്ടെ, ഫുഡ് കഴിക്കാം എന്ന് വിചാരിക്കണം. പിന്നെ മഴ മാറി കഷ്ടപ്പെട്ട് ഇവിടെ വന്നപ്പോൾ കഷ്ടപ്പെട്ട് കുടയും പിടിച്ച് നമ്മൾ വന്നിട്ട് ഇവിടുത്തെ വേഗം മഴ ഫുള്ളും മാറി താന്ന് ഒരു വൃത്തിയുള്ള അവസ്ഥയിൽ മഴ തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തെളിഞ്ഞിട്ട് നല്ല ചെറിയ ചാറ്റൽ മാത്രം. മറ്റൊന്ന് നേരത്തെ വന്നപ്പോൾ നല്ല ചാറ്റലായിരുന്നു, ഇപ്പോൾ ചെറിയ ചാറ്റലായി. ഇതാണ് ഗൈസ് ഇവിടുത്തെ അവസ്ഥ, മഴയുടെ ക്ലൈമറ്റിനൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാൻ വേണ്ടി പോകാൻ, ഗുളിക കഴിക്കാൻ കിടക്കാൻ, അത്രയോട് വേറെ പരിപാടിയൊന്നുമില്ല. ഇത്രയൊക്കെ വിശേഷങ്ങൾ ഇന്നത്തെ ദിവസമുള്ളൂ. ഇന്നത്തെ ഡൈമ ലൈഫ് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പുതിയൊരു വിശേഷം എനിക്കും ബൈ ഫ്രം RJ ഗൈസ്. ഏകദേശം കരിയറായി തോന്നുന്നു, ശ്രുതി വന്നിട്ട് അങ്ങോട്ട് ഓടി. അപ്പോൾ ഇനി താമസം നമ്മൾ പുതിയ വീഡിയോ ഇട്ട് വന്നേക്കും. ബൈ ഫ്രം RJ. എല്ലാവർക്കും ബൈ. എന്താ ഉണ്ടാകത്തെ വായിക്കാത്ത വിശ്വസിക്കണം, എന്താ തിന്നുകൊണ്ടിരിക്കുക.